ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മലയാളീസ് ടോക്സ്. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ ബികോമുകാരുടെ മലയാളത്തിൽ ഒന്നാമത്തെ പാഠഭാഗമാണ് അനുഭവാഖ്യാനങ്ങൾ. ഈ ചാപ്റ്ററിലെ ഒന്നാമത്തെ ഭാഗമായിട്ടുള്ള ജീവചരിത്രം എന്ന ക്ലാസ് എടുത്തതാണ്. അപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ആത്മകഥ, സ്മരണകൾ അല്ലെങ്കിൽ ഓർമ്മക്കുറിപ്പുകൾ എന്നീ ഭാഗങ്ങളാണ്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. പിന്നെ കാണുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൽ നോട്ട് അത്ര ക്ലിയർ ആയിരിക്കില്ല. അപ്പോൾ ഇതിൽ ക്ലിയർ ആയിട്ടുള്ള നോട്ട് ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം പറയുന്നത് ആത്മകഥയെക്കുറിച്ചാണ്. താൻ മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തനാവുന്നു, അതിൻ്റെ സാഹചര്യം എന്താണ് എന്ന സ്വത്വബോധത്തിൽ ഊന്നിയ ഒരാവിഷ്കാരമാണ് ആത്മകഥ. അതായത് നമ്മൾ നമ്മുടെ സ്വന്തം ജീവിതകഥ സാഹിത്യരൂപത്തിൽ അവതരിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ജീവചരിത്രത്തേക്കാൾ ആത്മകഥയ്ക്കാണ് ഏറ്റവും കൂടുതൽ സത്യസന്ധത ഉള്ളത്. അന്യർക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരുവൻ്റെ മനസ്സിലെ ഇരുണ്ട ലോകത്തിലെ കാഴ്ചകൾ, വിഭവങ്ങൾ, അനുഭൂതികൾ ഇതൊക്കെ ചരിത്രമാവുമ്പോൾ തന്നെ ജീവിതഗന്ധിയായ ഒരു കഥയായിട്ടാണ് ആത്മകഥ മാറുന്നത്. അതായത് ആത്മാവിൻ്റെ നേരുകൾ, നമ്മുടെ സത്യസന്ധത, സ്വപ്നസ്പർശിയായ ആഖ്യാനങ്ങൾ, ഭാവനാത്മകമായ പുതിയ ലോകങ്ങൾ ഇതെല്ലാം നമുക്ക് ആത്മകഥയിൽ കാണാൻ സാധിക്കും. സ്വന്തം ആത്മാവിനെ പൂർണ്ണമായിട്ടും അന്യൻ്റെ മുന്നിൽ തുറന്നു വയ്ക്കാനുള്ള തൻ്റെടവും സത്യസന്ധതയും ആത്മാർത്ഥതയും ആവിഷ്കാരത്തിന് യോജിക്കുന്ന തരത്തിലുള്ള ഭാഷയും അനുഭവങ്ങളെ വളരെ വിവേകത്തോടു കൂടി തിരഞ്ഞെടുക്കാനുള്ള വൈദഗ്ധ്യവും ഭാവനയും ആത്മകഥാ രചനയിൽ അനിവാര്യമാണ്. മനഃശാസ്ത്ര മൂല്യവും ഏറ്റവും കൂടുതലുള്ളതും ആത്മകഥയിലാണ്. സെൽഫ് എന്ന അർത്ഥം വരുന്ന ഓട്ടോസ് എന്ന ഗ്രീക്ക് പദം ബയോഗ്രഫി എന്ന പദത്തിൻ്റെ പൂർവ്വപദമായി ചേർത്താണ് ഓട്ടോബയോഗ്രഫി, അതായത് ആത്മകഥ എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്. ഒരാൾ അയാളുടെ ജീവചരിത്രം എഴുതുന്നതാണ് ശരിക്ക് ആത്മകഥ എന്ന് പറയുന്നത്. 1809 ഇംഗ്ലീഷ് ആനുകാലികമായിട്ടുള്ള ക്വാർട്ടർലി റിവ്യൂവിൽ റോബർട്ട് സദേ ആണ് ഈ പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. എന്നാൽ ആത്മകഥാ രചനയ്ക്ക് അതിലും വളരെ കാലത്തെ പഴക്കമുണ്ട് എന്നാണ് പറയുന്നത്. അഗസ്റ്റസിൻ്റെ കൺഫെഷൻസ് ആണ് ആത്മകഥാ ശാഖയിൽ ഇംഗ്ലീഷിലുണ്ടായിട്ടുള്ള ആദ്യത്തെ കൃതി. മലയാളത്തിൽ ചങ്ങമ്പുഴയെ പോലെയുള്ളവർ കുമ്പസാര രീതിയിലാണ് ആത്മകഥ രചിച്ചിട്ടുണ്ടായിരുന്നത്. ആത്മകഥാ ശാഖയ്ക്ക് സൈദ്ധാന്തികമായ അടിത്തറ രൂപപ്പെടുത്തിയത് ജോർജസ് ഗസ്ഫോർഡിൻ്റെ കണ്ടീഷൻസ് ആൻഡ് ലിമിറ്റ്സ് ഓഫ് ഓട്ടോബയോഗ്രഫി എന്ന ഗ്രന്ഥത്തിലൂടെയാണ്. വ്യക്തിയാധിഷ്ഠിതം, സത്യസന്ധത, ആത്മാർത്ഥത ഇത് മൂന്നുമാണ് ആത്മകഥയുടെ മുഖ്യ സവിശേഷതകൾ. മാധവിക്കുട്ടിയുടെ എൻ്റെ കഥ ഈ നിർവചനത്തിൻ്റെ സാധൂകരണമാണെന്ന് പറയാം. കാരണം ജീവിതാനുഭവങ്ങൾ മാത്രമല്ല, മാനസികാനുഭവങ്ങളും ഭാവനാനുഭവങ്ങളും സ്വത്വ ആവിഷ്കാരത്തിനും ആത്മരചനയ്ക്കും ആധാരമാകും എന്ന് തെളിയിച്ച എഴുത്തുകാരിയാണ് അവർ. കഥയുടെ ഭാവപരിസരത്തിലേക്ക് ആത്മകഥാ രചനയെ ഉയർത്തുന്നതിൽ മാധവിക്കുട്ടി വളരെ പങ്കുവഹിച്ചു. കൊളോണിയൽ ആധുനികതയുടെ പശ്ചാത്തലത്തിലായിരുന്നു ഇന്ത്യൻ ഭാഷകളിൽ ആത്മകഥാഖ്യാനത്തിൻ്റെ പുതിയ രൂപങ്ങളൊക്കെ വികസിച്ചത്. വ്യക്തിത്വ സങ്കല്പ ധാരണകൾ ഉറച്ച ആധുനികതയ്ക്ക് മുൻപ് ഇന്ത്യയിലുണ്ടായ പല ആത്മകഥകളുടെയും പ്രമേയം പൂർണ്ണമായും സ്വകാര്യ അനുഭവങ്ങളല്ല, പൊതുമണ്ഡലവുമായി ബന്ധപ്പെടുത്തിയാണ് സ്വന്തം ജീവിതമൊക്കെ അന്ന് ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നത്. സ്വന്തം വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകളെപ്പറ്റി ഏറെ ബോധമുണ്ടായിരുന്നെങ്കിലും മഹാത്മാഗാന്ധി എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ തൻ്റെ ജീവിതകഥയല്ല എന്ന് പറഞ്ഞ സാഹചര്യം നിലനിന്നിരുന്ന രചനാരീതിയുടെ സ്വാധീനമാണ്. രാഷ്ട്രീയ ജീവിതം നയിച്ചവർ, ശാസ്ത്രജ്ഞർ, സാഹിത്യകാരന്മാർ തുടങ്ങിയവരുടെ ആത്മകഥകൾ അവരുടെ പ്രവർത്തന മണ്ഡലങ്ങളുടെ ചരിത്രമായി മാറുന്നത് തന്നെ ഉദാഹരണമാണ്. വേർഡ്സ്വർത്തിൻ്റെ പ്രീല്യൂഡ്, ഗൊയ്ദയുടെ പോയട്രി ആൻഡ് ട്രൂത്ത്, വീട്ടിയുടെ കണ്ണീരും കിനാവും, പി കുഞ്ഞിരാമൻ നായരുടെ കവിയുടെ കാൽപ്പാടുകൾ, സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ എൻ്റെ നാടുകടത്തൽ തുടങ്ങിയവ ശ്രദ്ധേയമായ ആത്മകഥകൾക്ക് ഉദാഹരണങ്ങളാണ്.
ആധുനിക ഭാരതത്തിൽ ആത്മകഥകൾ പലതും ആത്മചരിത് എന്ന പേരിലാണ് സ്വീകരിച്ചിരുന്നത്. പുരുഷന്മാരുടെ കഥകൾ ഇങ്ങനെ ചരിത്രമാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ സ്ത്രീകളുടെ ജീവിതാഖ്യാനങ്ങൾ സ്മൃതികഥ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. സത്യസന്ധമായ രചനയിലല്ല, ചിലപ്പോൾ നിരീക്ഷകൻ്റെ കാഴ്ചപ്പാടിലായിരിക്കും സ്ത്രീ ആത്മകഥകൾ രചിക്കപ്പെട്ടത്. കാരണം എപ്പോഴും മടിയുള്ളൊരു ആഖ്യാനമായിരുന്നു സ്ത്രീകളെ സംബന്ധിച്ച് സത്യസന്ധമായ തുറന്ന എഴുത്ത് എന്ന് പറയുന്നത്. ആത്മകഥയുടെ പൊതുവായ പ്രദർശന സ്വഭാവത്തെ മാറ്റി ഭാവനയ്ക്ക് പ്രാധാന്യം കൊടുത്ത് എഴുതിയവരാണ് മാധവിക്കുട്ടി, ആലീസ് മാക്കർ, അമൃത പ്രീതം തുടങ്ങിയവർ. ആത്മകഥകളിലൂടെ സ്വന്തം അമ്മയെയും അനേകം സ്ത്രീ ജീവിതങ്ങളെയും വീണ്ടെടുത്ത് ആത്മകഥ മാതൃകയാക്കിയവരാണ് ഈ സ്ത്രീകളിൽ മിക്കവരും. മലയാളത്തിലെ ആദ്യത്തെ ആത്മകഥ വൈക്കത്ത് പാച്ചു മൂത്തതിൻ്റെ ആത്മകഥാ സംക്ഷേപം എന്ന കൃതിയാണ്. ഇനി പറയാൻ പോകുന്നത് സ്മരണകൾ അല്ലെങ്കിൽ ഓർമ്മക്കുറിപ്പുകളെ കുറിച്ചാണ്. ആത്മകഥയിലെ വളരെ അവിഭാജ്യ ഘടകമാണ് ഓർമ്മകൾ അല്ലെങ്കിൽ സ്മരണകൾ എന്നൊക്കെ പറയുന്നത്. സ്മരണ, ഓർമ്മ തുടങ്ങിയ പദങ്ങൾ ആത്മകഥാ ശീർഷകമായി വരുന്ന കൃതികൾ തന്നെ മലയാളത്തിലുണ്ട്. എന്നാൽ ആത്മകഥ എന്ന ജനുസിൽ ഉൾപ്പെടാതെ നിൽക്കുന്ന ചില ഓർമ്മക്കുറിപ്പുകളുണ്ട്. ചില വ്യക്തികളെ, ചില കാലങ്ങളെ അല്ലെങ്കിൽ വ്യക്തികളെ സ്വാധീനിച്ച ചില അനുഭവങ്ങളെ ഇവയൊക്കെ കുറിച്ച് കാലഘടനയില്ലാതെ എഴുതുന്ന കുറിപ്പുകളാണ് സ്മരണകൾ എന്ന് പറയുന്നത്. താൻ ജീവിക്കുന്ന കാലത്തോടുള്ള വ്യക്തിയുടെ പ്രതികരണങ്ങളാണ് ഈ സ്മരണകളിൽ കാണുന്നത്. ആത്മകഥയിൽ ഒരു ജീവിതവും സ്ഥലകാലങ്ങളുടെ ആഖ്യാനവും ആവിഷ്കൃതമാവുമ്പോൾ സ്മരണകളിൽ ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്ന വൈകാരിക മുഹൂർത്തങ്ങളും വൈകാരിക അനുഭവങ്ങളുമാണ് ആവിഷ്കരിക്കപ്പെടുന്നത്. പുതുപ്പള്ളി രാഘവൻ്റെ വിപ്ലവ സ്മരണകളാണ് മലയാളത്തിലെ ഏറ്റവും വലിയ സ്മരണ ശൃംഖല എന്ന് പറയുന്നത്. ബഷീറിൻ്റെ ഓർമ്മയുടെ അറകൾ, മാധവിക്കുട്ടിയുടെ ബാല്യകാല സ്മരണകൾ, ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ചിദംബര സ്മരണ ഇതെല്ലാം ഉദാഹരണമാണ്. മുഗൾ ചക്രവർത്തി ഷാജഹാൻ്റെ മകൾ ജഹനാരയുടെ ഓർമ്മക്കുറിപ്പുകൾ മണ്ണടിഞ്ഞ ജാസ്മിൻ കൊട്ടാരത്തിൻ്റെ ചുവരുകൾക്കിടയിൽ നിന്നും ഒരു ഫ്രഞ്ച് വനിത കണ്ടെടുത്ത് പ്രസിദ്ധീകരിച്ചപ്പോഴാണ് ചക്രവർത്തിയുടെ മകൾ ജഹനാര എത്ര ദുഃഖിതയും ഏകാകിയുമായിരുന്നു എന്ന കാര്യം ലോകമറിഞ്ഞത്. ദളിത് ആത്മകഥകൾ സമൂഹം മാറ്റി നിർത്തിയിരുന്ന മനുഷ്യരുടെ അതിജീവനത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും വിശുദ്ധ സാക്ഷ്യങ്ങളാണ്. ആധുനിക കാലത്ത് കേട്ടെഴുത്ത് ആത്മകഥകൾ മലയാളത്തിൽ സജീവമായിട്ടുണ്ട്. ഉദാഹരണമാണ് കുഞ്ഞാമൻ്റെ എതിര്, മൈലമ്മയുടെ മൈലമ്മ ഒരു ജീവിതം. ഇതെല്ലാം 2018 നോബൽ സമ്മാനം നേടിയ നാദിയ മുറാദിൻ്റെ ആത്മകഥയായ ദ ലാസ്റ്റ് ഗേൾ കേട്ടെഴുത്ത് ആത്മകഥാ വിഭാഗത്തിൽ വളരെയധികം ലോകശ്രദ്ധ നേടിയൊരു കൃതിയാണ്. പ്രസാധകൻ്റെ സഹായം കൂടാതെ തന്നെ തങ്ങൾക്ക് പറയാനുള്ളത് ലോകത്തെ അറിയിക്കാൻ ഇന്ന് സോഷ്യൽ മീഡിയ വരെ സൗകര്യമൊരുക്കുന്നുണ്ട്. വിദ്യാഭ്യാസം ഇല്ലെങ്കിലും സാധാരണക്കാരാണെങ്കിലും എല്ലാ തരത്തിലുള്ള മനുഷ്യർക്കും അവരുടെ ജീവിതകഥ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാനുള്ള അവസരം വരെ നൽകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പല കൃതികളും പുതിയ തലമുറയ്ക്ക് ആത്മകഥ എഴുതാൻ വരെ പ്രേരണയായിട്ടുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ എന്നോട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ബാക്കി ഭാഗവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.